ഗുഡ് മോർണിംഗ്. വെൽക്കം TFT. കർത്താവ് ധാരാളമായിട്ടുള്ളവരെ അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധാത്മാവിന് നമ്മളെ ഏൽപ്പിച്ചു കൊടുത്തു. ഞാൻ ഒന്ന് രണ്ട് ചെറിയ സംഭവങ്ങൾ പറയാം. നമ്മുടെ ആത്മീയകാര്യങ്ങളിൽ മാത്രമല്ല, ആത്മീയകാര്യങ്ങളാണ് മെയിനായിട്ട് പരിശുദ്ധാത്മാവ് വഴി നടത്തുന്നത്. കാരണം നമുക്ക് അറിഞ്ഞുകൂടാ. നമ്മുടെ ഭൗതിക കാര്യങ്ങൾ എങ്ങനെ വഴി നടത്തുന്നത് ഞാൻ പറഞ്ഞുതരാം. ഞാൻ നേരത്തെ ഒരു ബൈക്കിൻ്റെ കാര്യം പറഞ്ഞിരുന്നു. അതിനു മുമ്പും അതിന് ശേഷം നടന്ന ഒരേ കാര്യങ്ങൾ. അതിന് മുമ്പ് നടന്നത്, ഞാൻ മലേഷ്യക്ക് പോയി. ഞങ്ങളൊരു ഗ്രൂപ്പ് ഓഫ് ആർക്കിടെക്ട്സ് മലേഷ്യക്ക് പോയിരുന്നു. അപ്പോൾ അവിടെ വെച്ച് ഞങ്ങൾ രാവിലെ ഞങ്ങൾ പോകുന്ന ട്രാവലിംഗ് ബസ്സിന് എന്തോ കംപ്ലൈൻ്റ് ആയിട്ട് കുറച്ച് സമയം കിട്ടിയപ്പോൾ ഞങ്ങളുടെ തൊട്ടടുത്ത് ഷോപ്പിംഗ് മാളുണ്ട്. അപ്പോൾ അവിടെയായിട്ട് ഞങ്ങളെല്ലാവരും ഷോപ്പിങ്ങിന് പോയി. അപ്പോൾ ഞാൻ വെറുതെ ഒരു കൂളിംഗ് ഗ്ലാസ് എനിക്ക് വേണമായിരുന്നു. ഞാനത് നോക്കി ഒരു ബ്രാൻഡഡ് സാധനം, അത്യാവശ്യം കുഴപ്പമില്ലാതെ നല്ലൊരു സാധനം കണ്ടു, എനിക്കിഷ്ടപ്പെട്ടു. അപ്പോൾ എനിക്ക് തന്നെ ഞാൻ ഈ പോകുമ്പോഴെല്ലാം പരിശുദ്ധാത്മാവ് പറയും, പരിശുദ്ധാത്മാവേ, അങ്ങയുടെ എനിക്ക് പല താല്പര്യങ്ങളുണ്ട്, പല ഇഷ്ടങ്ങളുണ്ട്, പക്ഷേ അങ്ങയുടെ ആ ഒരു പെർഫെക്റ്റ് വില്ലാണെങ്കിൽ മാത്രമേ എന്നെ അനുവദിക്കാവൂ. വെറുതെ പൈസ പാഴാകാനോ അല്ലെങ്കിൽ ആവശ്യമില്ലാത്ത മേടിച്ച് കൂട്ടാനോ അനുവദിക്കില്ല എന്നുള്ളൊരു ഫ്രീഡം ഞാൻ പരിശുദ്ധാത്മാവിന് കൊടുത്തിട്ടുണ്ട്. അത് എങ്ങനെയെങ്കിലും സാഹചര്യം കൂടെ എന്നെ വഴി നടത്തും. അപ്പോൾ അവിടെ ചെന്ന് ഞാൻ കൂളിംഗ് ഗ്ലാസ് കൊണ്ടെല്ലാം എടുത്ത് വെച്ച് നോക്കി, എനിക്കിഷ്ടപ്പെട്ടു. അപ്പോൾ ഞാൻ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഒന്ന് രണ്ട് ഫ്രണ്ട്സിനെ ഞാൻ വിളിച്ചു, ഒരു അഭിപ്രായം പറയാം. അത് ജസ്റ്റ് ഒരു സജഷൻ, എനിക്കിത് ചേരുന്നുണ്ടോ എന്നൊക്കെ അറിയാനായിട്ട്. പരിശുദ്ധമാണ് ഫൈനൽ ഡിസിഷൻ. അപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങൾ ഇങ്ങനെ പുറത്ത് നിൽക്കുക, നമുക്ക് വൈകിട്ട് നോക്കാം. ഞങ്ങളിങ്ങനെ പുറത്തിറങ്ങി, ബസ് റെഡിയായി, നമുക്ക് വൈകിട്ട് നോക്കാം, തൊട്ടടുത്ത. അപ്പോൾ ഞാൻ ഈ കടയിൽ അവരോട്, ആ സെയിൽസ്മാനോട് പറഞ്ഞു, ഇതൊന്ന് മാറ്റി വെച്ചാൽ എനിക്കിത് വേണം, അയാൾ കമ്മിൻ ചെയ്യുമ്പോൾ. അവർ പറഞ്ഞു നോ പ്രോബ്ലം, അത് മാർക്ക് ചെയ്തൊക്കെ മാറ്റി വെച്ചു. പക്ഷെ എന്തോ വൈകിട്ട് പോകാൻ പറ്റിയില്ല. ഞാനും അത്ര ഓർത്തില്ല. എനിക്കെന്തോ അതങ്ങോട്ട് പോയി മേടിക്കണം എന്നൊരു നിർബന്ധം വരുന്നില്ല. എന്നാൽ എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെടുകയും ചെയ്തായിരുന്നു. ഓക്കെ, അപ്പോൾ ഞാൻ പോട്ടെ, സാരമില്ല, പിന്നെ എപ്പോഴും പോട്ടെ. അങ്ങനെ തീരുമാനിച്ച് ഞാനിങ്ങ് മടങ്ങി പോകുന്നു, മലേഷ്യയിലേക്ക് പോകുന്നു. പിന്നെ ഇവിടെ ഒന്ന് ഓൺലൈനൊക്കെ നോക്കി, അങ്ങോട്ടൊരു നമുക്കൊരു നടത്തിപ്പില്ല. ലീഡിങ്ങിന് പറയുന്ന മലയാളം വെക്കാണ് ഒരു നടത്തിപ്പില്ല. അപ്പോൾ പിന്നെ ഞാൻ ധൃതി വെക്കത്തില്ല. പണ്ടൊക്കെ അങ്ങനെയല്ല, ഒരു കാര്യം തീരുമാനിച്ചാൽ പിന്നെ നടത്തിയെടുത്തേ അടങ്ങൂ. അങ്ങനെ ഞാൻ മലേഷ്യയിൽ നിന്ന് വന്ന ഒരാഴ്ച കഴിഞ്ഞപ്പോഴാണ് നമ്മുടെ കൊച്ചച്ചൻ, എൻ്റെ ഇളയ അങ്കിൾ, ബാങ്കോക്ക് തോമ, കൊച്ചച്ചൻ വീട്ടിൽ വന്നു. ഇങ്ങനെ വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് ഞാൻ ഓഫീസിൽ നിന്ന് വന്ന്. അന്നേരം ഞാൻ വന്നു കഴിഞ്ഞുണ്ടെ കുറച്ച് കഴിഞ്ഞുണ്ടെ എനിക്കൊരു കവർ എടുത്ത് എൻ്റെ തന്നു. എടാ, ഞാനിത് എവിടെയോ പോയപ്പോൾ കണ്ടതാണ്, എനിക്കിഷ്ടപ്പെട്ടപ്പോൾ ഞാൻ നിനക്ക് കൊണ്ട് മേടിച്ചേക്കാമെന്ന് വെച്ചുകൊണ്ട് മേടിച്ചുകൊണ്ട് വന്നു. നോക്കിയപ്പം അർമാനിയുടെ ഒരു കൂളിംഗ് ഗ്ലാസ്. ഞാൻ അർമാനി പല പ്രാവശ്യം എടുത്തിട്ട് തിരിച്ചു വെച്ചിട്ടുള്ള, കാരണം ഇറ്റ്സ് കോസ്റ്റ്ലി, അത്ര എൻ്റെ ആവശ്യമില്ല എന്ന് തിരിച്ചു വെച്ചിട്ടുള്ളതാണ്. ഞാൻ നോക്കിയപ്പോൾ നല്ല അടിപൊളി ഗ്ലാസ്. ഞാൻ അവിടെ നിന്നത് മേടിച്ചത് കുഴപ്പമൊന്നും, നമ്മുടെ കളക്ഷനിൽ വെക്കാം, അതൊന്നും കുഴപ്പമില്ല. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ വെറുതെ മേടിച്ച് വെക്കുന്നത് എനിക്കിഷ്ടമില്ല. കാരണം നമുക്കൊരു നഷ്ടബോധം വരും. വെറുതെ നമ്മുടെ ഈ പൈസ ഇത് കിട്ടുമെന്ന് അറിഞ്ഞത് ഇത് മേടിക്കത്തില്ലായിരുന്നല്ലോ, വെറുതെ എത്ര പൈസ പോയല്ലോ, അതിൻ്റെ ആവശ്യമില്ലായിരുന്നല്ലോ, അങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ഒരാൾ. പൈസ അനാവശ്യമായിട്ട് ചിലവാക്കുന്നതിൽ വലിയ താല്പര്യമില്ല, ചിലവാക്കിയിട്ടൊക്കെ ഉണ്ട്, ഇല്ലെന്നല്ല. അപ്പോൾ ഒരു കാര്യം ഞാൻ കൊച്ചനോട് പറഞ്ഞു, പക്ഷേ ഞാൻ പോയി മാറ്റി വരെ വെച്ചതാണ്. പക്ഷേ നടന്നില്ല. എനിക്ക് ഉള്ളിലറിയാം പരിശുദ്ധാത്മാവിനെ സംഭവിച്ചില്ല. കാരണം എന്താ, പരിശുദ്ധാത്മാവ് ഞാൻ പറഞ്ഞിട്ടുണ്ട് നേരത്തെ, എന്നെ ആ ഷോപ്പിങ്ങിന് പോകുമ്പോൾ എന്നെ ലീഡ് ചെയ്യണമെന്ന്. അപ്പം ഞാൻ ശബ്ദമൊന്നും കേട്ടില്ല. ശബ്ദം കേൾക്കാനായിട്ട് ഞാനത് ചോദിച്ചില്ലെന്നേറ്റോ. പക്ഷെ സാഹചര്യത്തിൽ കൂടെ എന്നെ വഴി നടത്തുന്നുള്ളത് എനിക്ക് വ്യക്തം. അപ്പോൾ ഐ ആം ഹാപ്പി വിത്ത്. നല്ല അടിപൊളി ഗ്ലാസ്, ഞാൻ മേടിക്കുന്നതിനേക്കാളും ഫാർ ബെറ്റർ ആയിട്ടുള്ള സാധനം എനിക്ക് ഫ്രീ ആയിട്ട് കൊടുത്തു. അപ്പോൾ ഇത് പരിശുദ്ധാത്മാവിനെ അറിയാവുന്നതുകൊണ്ടല്ലേ എന്നെ അവിടെ ബ്ലോക്ക് ചെയ്തത്, അല്ലേ? ഓക്കെ, ഇനി അടുത്തത്, ഞാനത് കഴിഞ്ഞിട്ടാണ് സലാലേക്ക് പോയി. ഞാനൊരു 3 days എൻ്റെ വിസ ഇത് ചെയ്യാനായിട്ട്, ഒന്ന് ആക്റ്റീവായിട്ട് നിർത്താനായിട്ട്, ലൈവായിട്ട് നിർത്താനായിട്ട് ഒരു 3 daysനകത്ത്. അപ്പോൾ അവിടെ ഞാൻ ഈ സ്കെച്ചേഴ്സിൻ്റെ ഷൂസ് യൂസ് ചെയ്യും, ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള, നിങ്ങൾക്കറിയാം. അപ്പോൾ ഞാൻ അവിടുന്ന് എറണാകുളത്ത് നേരത്തെ ഷൂസ് മേടിച്ചു. ഇവിടെ അത് എക്സ്പെൻസീവ്, അവിടെ ലുലുവില്ല, ഭയങ്കര ഓഫറിൽ കിട്ടും.
ഫിഗർ ഓഫർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 4,000 5,000 വിലയുള്ള സാധനം അതിൻ്റെ പകുതി വില അല്ലെങ്കിൽ അതിൽ കുറച്ച് താഴെയായിട്ട് കിട്ടും. എപ്പോഴും സെയിലുണ്ട് അവിടെ ലുലു. അപ്പം ഞാൻ അവിടെ ചെന്ന് ഞാൻ അപ്പോൾ എൻ്റെ ഇപ്പോൾ ഇട്ടിരിക്കുന്ന ഷൂസ് കുറച്ച് പഴയതായി. അതിൽ എവിടെയോ എനിക്ക് സൈറ്റിൽ പോയപ്പോഴാണെന്ന് തോന്നുന്നു ചെറിയൊരു ആണി കൊണ്ടിട്ട് ചെറുതായിട്ട് ഒന്ന് ഇത് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാനതൊരു കാര്യമൊക്കെ അങ്ങനെ അറിയാനൊന്നുമില്ല. അപ്പോൾ അന്നേരം എൻ്റെ മനസ്സിൽ എടാ ഒരു സ്കെച്ചേഴ്സ് മേടിച്ചേക്കാം, ഇവിടെ ആകുമ്പോൾ വില കുറവുണ്ടല്ലോ. ഞാൻ പോയി ഒക്കെ എടുത്ത് നോക്കി. ഞാൻ പരിശുദ്ധമായിട്ട് ചോദിച്ചു, ശാലേ നോ, ഇപ്പം നിനക്ക് ഇതിൻ്റെ ആവശ്യമില്ല. ഞാൻ കേൾക്കുന്നു, ഇപ്പം ഇതിൻ്റെ ആവശ്യമില്ല. ഓക്കെ, ഞാൻ അവിടെ തിരിച്ചു വെച്ചു, ഇട്ടുപോലും നോക്കിയില്ലെന്ന് എൻ്റെ ഓർമ്മ. അപ്പോൾ എനിക്ക് വേണ്ട റീസൺ ചെയ്യാം. ഇപ്പം ഇതിൻ്റെ ആവശ്യമില്ലെന്ന് പറഞ്ഞാൽ ഇനി ഞാൻ 6 മാസം കഴിഞ്ഞിട്ടേ വരത്തുള്ളൂ. അതിന് ഇടയ്ക്ക് മറ്റേ ഷൂസ് കീറിപ്പോയി കഴിഞ്ഞാൽ നാട്ടിൽ നിന്ന് മേടിക്കേണ്ടി വരും, ഇരട്ടി വില വെറുതെ കൊടുക്കേണ്ടി വരും, അത് വേസ്റ്റ് ആയിപ്പോൾ. ഇതൊക്കെയാണ് നമ്മൾ റീസണിങ് എന്ന് പറയുന്നത്. അപ്പോൾ എൻ്റെ മനസ്സിലൂടെ ആ ചിന്തയൊക്കെ ഒന്ന് വന്നു. പക്ഷേ ഞാനത് വെച്ച് റീസൺ ചെയ്യാൻ നിന്നില്ല, അല്ലെങ്കിൽ ആർഗ്യൂ ചെയ്യാൻ നിന്നില്ല. പരിശുദ്ധമ്മ പറഞ്ഞു വേണ്ട, ഇപ്പം ഇതിൻ്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞു. ഓക്കെ ബൈ, തിരിച്ചു. അപ്പോൾ ഇവിടെ വന്ന് എനിക്കൊന്ന് ഇപ്പോൾ ഒരാഴ്ച 10 days ആയിക്കാണ്. ഒരു ദിവസം നമ്മുടെ ഡോക്ടർ ജിനു അനീഷയ്, ഞാൻ പറഞ്ഞിട്ടുണ്ടെന്ന് ഓർക്കുന്നില്ല, ഡോക്ടർ ജിനു പത്തനംതിട്ട മുത്തൂറ്റെ മെഡിക്കൽ സൂപ്രണ്ടൻ്റാണ്. അതിലുപരി അദ്ദേഹം പ്രശസ്തനായൊരു സർജനാണ്. അനീഷ അവിടെ തന്നെ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറാണ് മുത്തൂറ്റെ. അപ്പോൾ ഞങ്ങൾ ദേ ആർ മൈ ക്ലയൻസ്, മൈ ഫ്രണ്ട്സ്, മൈ ബ്രദർ ആൻഡ് സിസ്റ്റർ ഇൻ ക്രൈസ്റ്റ്. ഇത്രയും കാര്യം വളരെ ക്ലോസാണ്. ഒരു ദിവസം വൈകിട്ട് ഇങ്ങോട്ട് വന്നു, വീട്ടിലോട്ട് വന്നിട്ട് എനിക്ക് ഒരു കവറെടുത്തു. ഞാൻ തുറന്നു നോക്കിയപ്പോൾ പ്യൂമയുടെ ഈ സ്കെച്ചേഴ്സിനെക്കാട്ടിലും ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള നല്ല അടിപൊളി ഷൂസ് ഡോക്ടറിന് ആരോ ഗിഫ്റ്റ് ചെയ്തതാണ്. അത് അദ്ദേഹം എനിക്കൊണ്ട് തന്നതാണ്. ഞാൻ ചോദിച്ചല്ലോ, പറഞ്ഞതുമല്ല, ഇങ്ങനൊരു കാര്യമേ അദ്ദേഹത്തിന് അറിയത്തില്ല. ജസ്റ്റ് ഇമാജിൻ. ഞാൻ 2 ചെറിയ കാര്യങ്ങളാണ് പറഞ്ഞത്. പരിശുദ്ധാത്മാവിനെ നമ്മൾ ആശ്രയിച്ചാൽ നമ്മുടെ ഭൗതിക കാര്യങ്ങൾ പരിശുദ്ധാത്മാവ് എങ്ങനെയാണ് വഴി നടത്തുന്നത്. അങ്ങനെ ഈ ചെറിയ കാര്യങ്ങളിൽ പോലും ഇത്ര ശ്രദ്ധിച്ച് പരിശുദ്ധാത്മ വഴി നടത്തുമെങ്കിൽ നമ്മുടെ വലിയ കാര്യങ്ങളിലോ എത്രയധികം, അതെനിക്ക് പറയാം, എത്ര അധികമായിരിക്കും. ഇതെല്ലാം ചെറിയ ചെറിയ കാര്യങ്ങളാണ്. ഒരു ഷൂസ് ഇത്ര രൂപ കൊടുത്താൽ കിട്ടും, ഒരു കൂളിംഗ് ഗ്ലാസ് അല്ലെങ്കിൽ ഇത്ര രൂപ കൊടുത്താൽ കിട്ടും, ഇത്ര കാര്യമുള്ളൂ. ഇപ്പോൾ റിഗാർഡിങ് ഇറ്റ്സ് മൈ ലൈഫ്. പരിശുദ്ധാത്മയോട് ഞാൻ ചോദിക്കുമ്പോൾ പരിശുദ്ധാത്മ തെറ്റിക്കുമെന്നേ പറ, എന്നോട് പറ. പരിശുദ്ധാത്മ തെറ്റാൻ അനുവദിക്കും. കാരണം പരിശുദ്ധാത്മനറിയാം ഞാൻ പരിശുദ്ധാത്മനെ എത്രയധികമാണ് ഡിപ്പെൻഡ് ചെയ്യുന്നതെന്നുള്ളത്. എല്ലാത്തിനേക്കാളും ഉപരി പരിശുദ്ധാത്മൻ്റെ തീരുമാനമാണ് എനിക്ക് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. പലരെയും ഞാൻ വേദനിപ്പിക്കേണ്ടി വന്നു. ഞാൻ എൻ്റെ ക്ലോസ് റിലേറ്റീവ്സ്, എൻ്റെ മമ്മിയുടെ ബ്രദേഴ്സ് 3 പേരുണ്ട്. അവർ 3 പേര്, എൻ്റെ ഒത്തിരി ഫ്രണ്ട്സ്, അതുപോലെ എൻ്റെ സിസ്റ്റേഴ്സ്, എൻ്റെ ബ്രദർ, അവർ ഒത്തിരി പേര് എനിക്ക് ഹേർട്ട് ചെയ്യുന്നത്. കാരണം അവർ പറയുന്നതിന് എനിക്ക് പറ്റുന്നില്ല. കാരണം പരിശുദ്ധാത്മാവിനോട് ഓൾറെഡി അത് കാര്യം പറഞ്ഞു. ഇനി ഞാൻ എങ്ങനെയാണ് അത് വിട്ടിട്ട് പോകുന്നത്? എൻ്റെ സങ്കടം അതാണ്. ആരെക്കാൾ ഉപരിയല്ലേ കർത്താവ് പരിശുദ്ധാത്മാവ്. അപ്പോൾ ആ പരിശുദ്ധാത്മാവിനെ വഴി നടത്താൻ മതിയായവനാണെന്ന് ഞാൻ പൂർണ്ണമായിട്ട് ഉറച്ചു വിശ്വസിച്ച് എൻ്റെ ജീവിതത്തിൽ ഒത്തിരി സംഭവങ്ങൾ, വലുതും ചെറുതുമായ ഒത്തിരി സംഭവങ്ങൾ. ഇനി ഞാൻ കണ്ണടച്ചെങ്ങനെ അത് ഇല്ല എന്ന് പറയുന്നത് എങ്ങനെയാണ്? ഇറ്റ്സ് മൈ എക്സ്പീരിയൻസ്. കർത്താവ് അനുഗ്രഹിക്കട്ടെ.